ഹൈ ഫ്രണ്ട്സ്, ഈസി ഇംഗ്ലീഷിൻ്റെ പാർട്ട് 4 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസുകളെ കുറിച്ചാണ്. ടെൻസുകൾ എന്നാൽ കാലങ്ങൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 3 ടെൻസുകളാണുള്ളത്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇവയെ മലയാളത്തിൽ വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം എന്നിങ്ങനെ പറയുന്നു. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ തുടങ്ങിയ 3 ടെൻസുകളെയും 4 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു: സിമ്പിൾ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിൻ്റെ 4 പാർട്ടുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് എന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് എന്നത് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നിവയെല്ലാം സബ്ജക്റ്റിന് ഉദാഹരണമാണ്. V1 എന്താണെന്ന് അറിയാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ഷോർട്ട് വീഡിയോ കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വേർബിൻ്റെ കൂടെ യെസ് അല്ലെങ്കിൽ ES എന്ന് ചേർക്കണം. എന്നാൽ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ V1 തന്നെ എഴുതിയാൽ മതി. അതിൻ്റെ കൂടെ എസ്സോ ESO ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് കുറച്ച് എക്സാമ്പിളുകളാണ്. ഹി വർക്ക്സ്. ഇവിടെ വർക്ക്സ് എന്ന് വരാൻ കാരണം സബ്ജക്റ്റ് ഹി ആയതാണ്. ഹി എന്നത് സിംഗുലർ വേർഡ് ആയതുകൊണ്ട് അവിടെ ESO അല്ലെങ്കിൽ ESO ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഹി വർക്ക്സ് എന്നായത്. എന്നാൽ ദേ എന്നത് പ്ലൂറൽ വേർഡ് ആയതുകൊണ്ട് അത് ദേ വർക്ക് എന്നാണ്. ഇതുപോലെ തന്നെ പ്ലേ പ്ലേസ്, ഗോ ഗോസ്, ഈറ്റ് ഈറ്റ്സ് എന്നൊക്കെ ഉള്ളത് ഇതിന് എക്സാമ്പിളുകളാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഫോർമാറ്റ് എന്നത് സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വി പ്ലസ് ING എന്നതാണ്. വി എന്നത് V1 ആണ്. ഇതിലെ ആം എന്നത് I എന്ന ലെറ്ററിൻ്റെ കൂടെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈസ് എന്നത് സിംഗുലർ വേർഡുകളായിട്ടുള്ളവയോടൊപ്പവും ആണ് യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവയോടൊപ്പം തന്നെ. ആർ എന്നത് പ്ലൂറൽ വേർഡ്സ് ആയിട്ടുള്ള വി, യു, ദേ തുടങ്ങിയവയോടൊപ്പവുമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇവയ്ക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഐ ആം എന്നത് ഞാൻ പറഞ്ഞു ഐ എന്ന വാക്കിനോടൊപ്പം മാത്രമാണ് ആം എന്ന ലെറ്റർ കൂടി ചേരുക. അതുകൊണ്ടാണ് ഐ ആം എന്ന് വന്നത്. റൈറ്റിംഗ് എന്നത് റൈറ്റ് എന്ന V1നോടൊപ്പം ING ചേർന്നതാണ് റൈറ്റിംഗ്. അടുത്തതാണ് ഷീ ഈസ് സ്ലീപ്പിംഗ്. ഷീ എന്നത് സിംഗുലർ വേർഡ് ആയതുകൊണ്ടാണ് അവിടെ ഈസ് എന്ന വേർഡ് വന്നത്. അടുത്തതായിട്ടുള്ളത് വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. വി എന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ അത് പ്ലൂരൽ വേർഡാണ്. അതുകൊണ്ടാണ് അവിടെ ആർ എന്നത് വന്നത്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രസൻറ്റ് ടെൻസിലെ ടെൻസ്. ഇനി പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടെൻസായിട്ടുള്ള പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇതിൻ്റെ ഫോർമാറ്റ് എന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആണ്. V3 എന്നാൽ വെർബിൻ്റെ 3ാം രൂപം. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഐ ഹാവ് എ കാർ. ഐ എന്നത് ഒറ്റൊരാളാണെങ്കിലും ഐ എന്നതിനെ ഒരു ബഹുമാന രൂപം മൂലം ഐനെ പ്ലൂരൽ വേർഡ് പോലെ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐ ഹാവ് എന്ന് വന്നത്. ഹാവ് എന്നത് പ്ലൂരൽ വേർഡ്സിനോട് മാത്രമാണ് ചേരുന്നത്. ഹാസ് എന്നത് സിംഗുലർ വേർഡ്സിനോടുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐ ഹാവ് എ കാർ എന്ന് വന്നത്. ഹി ഹാസ് ആൻ എലിഫൻറ്റ്. ഹി ഹാസ് ആൻ എലിഫൻറ്റ് എന്ന് പറഞ്ഞാൽ ഹി എന്നത് ഒരാൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹാസ് എന്ന് വന്നത്. അവസാനമായി പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിൻ്റെ ഫോർമാറ്റ് എന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING എന്നതാണ്. ഹാവ് എന്നത് പ്ലൂറൽ വേർഡ്സിനോടൊപ്പവും ഹാസ് എന്നത് സിംഗുലർ വേർഡ്സിനോടൊപ്പവുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. വി ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് 2023.
ഞങ്ങൾ ഇംഗ്ലീഷ് 2023 മുതൽ പഠിക്കുകയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ ടെൻസിലാണ് സിൻസ് എന്ന വേർഡ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. കാരണം സിൻസ് എന്നത് മുതൽ എന്നതാണ്. 2023 മുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായ എക്സാമ്പിൾ, ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് ഹി വാസ് എ ചൈൽഡ്. അവൻ കുട്ടിയായത് മുതൽ തന്നെ അവൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് ടെൻസിൻ്റെ 4 രൂപങ്ങളാണ്. അവയ്ക്ക് എക്സാമ്പിളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.